എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയുന്നത് ചില കമൻസ്, അതിന് ആൻസറാണ്. അതായത് എൻ്റെ അനുഭവത്തിൽ ബാധകാധിപതിയുടെ ദശ ഔദ്യോഗികമായും സാമ്പത്തികമായും മെച്ചമുള്ളതായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ബാധകാധിപതി ദശ അല്ലെങ്കിൽ അഷ്ടമാധിപതി ദശ മോശമാകുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിലോ 6, 8, 12 അധിപതികളുടെ അതായത് ആ നക്ഷത്ര അധിപതിയുടെ കാലിൽ അങ്ങനെയാണെങ്കിലാണ് പ്രശ്നം വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ 5-ാം അധിപതി 9 ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ, ബാധകാധിപതി 9-ാം ഇതല്ലാതെ 5, 7 ഇങ്ങനെ 4, 3 ഇങ്ങനെ 2, 1 ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് അധികം ബാധിക്കില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ബാധകാധിപതിയുടെ സൂര്യനാണ് ബാധകാധിപതിയായിട്ട് വരികയാണെങ്കിൽ, ഒരു പക്ഷേ ശിവന്റെ ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ബുദ്ധിമുട്ട് വരില്ല. കാരണം ആ ബാധകാധിപതിയെ തന്നെ അവിടെ തന്നെ പോയി ശരണം അടയുന്നു എന്നുള്ള രീതിയിൽ അത് ബുദ്ധിമുട്ട് തരില്ല. നമ്മൾ എന്താണ് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നതും കൂടെ നമ്മൾ നോക്കണം. നമുക്കറിയില്ല, ചൊവ്വയാണ് ബാധകവതി ആണെങ്കിൽ നമ്മുടെ കാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെങ്കിൽ അത് നമുക്ക് രക്ഷ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ചാരിറ്റി ചെയ്യുന്നില്ലേ, ദാനധർമ്മങ്ങളൊക്കെ, അത് ആ രീതിയിലുള്ള കാരകമായിട്ടുള്ള തിങ്സൊക്കെ ദാനം ചെയ്യുന്നതാണെങ്കിലും നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളതുണ്ട്. അതൊക്കെ ഈ പരിഹാരത്തിൻ്റെ ഇതിൽ വരുന്നതാണ്. ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും, നമ്മൾ ദാനധർമ്മം ചെയ്യുന്ന ആളായിരിക്കും, ശരിക്കും റെഗുലറായിട്ട് ഒരേ സമയത്ത് അമ്പലത്തിൽ പോകുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ കൃത്യനിഷ്ഠയോടുകൂടി, അതായത് നമ്മളൊരു എന്താ പറയണ, രാവിലെ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം രാവിലെ ഒരാളിന് ഒരു ഭക്ഷണം കൊടുത്ത ശേഷം മാത്രമേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ എന്നൊരു ശബ്ദമെടുക്കുന്ന ചിലപ്പോൾ ആളായിരിക്കാം. ഇതൊക്കെ അവർക്കെല്ലാം പുണ്യത്തെ കൂട്ടുകയുള്ളൂ. അവിടെ ബാധകാധിപതിയെന്നോ അഷ്ടമാധിപതിയോ ഉള്ള ബുദ്ധിമുട്ടുകൾ വരാം, അത് ചെറുതായിട്ടൊന്ന് പോകും, ചിലപ്പോൾ നമ്മളത് ബാധിക്കുന്നതും ആയിരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് അത് നമുക്ക് ദോഷമായിട്ട് വരുന്നത് ഈ ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന പ്രശ്നമാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ അടുത്തത് ബാധകാധിപതി പ്രശ്നത്തിലാണ് വരുന്നത്, ജാതകത്തിൽ നോക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജാതകത്തിലും പ്രശ്നത്തിനും എന്താണ് വ്യത്യാസം അതെനിക്കറിയില്ല. കാരണം ഞാൻ ഈ പലഹ കവടി നിരത്തിയിട്ടുള്ള പ്രശ്നമൊന്നുമല്ല പഠിച്ചിട്ടുള്ളത്. ജാതകം എങ്ങനെ നോക്കുന്നു അതേപോലെ ആണ് പ്രശ്നവും പഠിച്ചിട്ടുള്ളത്. ജാതകത്തിന് നോക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അന്നത്തെ ദിവസം ആ പ്രശ്നം എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ അതിലെനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ ബാധകാധിപതി എന്ന് പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് തരും എന്നുള്ളതാണ്. ചില തടസ്സങ്ങൾ 11-ാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആഗ്രഹത്തിനേക്കാൾ അത്യാഗ്രഹം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ഒരു വീട് വെക്കുന്ന സമയമായിരിക്കും, ഒരു ചെറിയ പ്ലാനിങ്ങിലായിരിക്കും തുടങ്ങുന്നത്, പിന്നെ അതങ്ങ് വലുതാകും, നമ്മളെ പ്ലാനൊക്കെ തെറ്റിപ്പോവും. അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. ഒരു കാമ്പൗണ്ട് കെട്ടുന്ന ഒരു ചെറിയ അമൗണ്ടിന് കെട്ടാന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അത് കൂടുതലാകുന്നൊരവസ്ഥ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ തന്നെ നമ്മൾ തന്നെ അറിയാതെ അത് വലുതാക്കി കൊണ്ടുപോകും. അതൊക്കെ ബാധകാധിപതിയുടെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുവന്ന അബദ്ധമാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങനെയല്ല, ജാതകത്തിൽ അത് ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പം ഇതുപോലെ എന്ത് കാര്യമായിരുന്നാലും ശരി, ഒരു ചെറിയ തോതിൽ പെൺകുട്ടി മകളുടെ കല്യാണം നടത്താമെന്ന് പ്ലാൻ ഉണ്ടായിരിക്കും, ചെറുതായിട്ടൊക്കെ പ്ലാൻ ഉണ്ടായിരിക്കും. പക്ഷെ വിവാഹം നല്ല രീതിയിൽ ഒരു ബന്ധം കിട്ടുകയാണെന്ന് കരുതി നമുക്ക് കഴിവില്ലാത്തതിനെയും കൂടെ നമ്മൾ കൂടുതൽ ചിലവാക്കി വിവാഹം നടത്തി കൊടുക്കുന്ന അവസ്ഥ, പിന്നീട് അത് ബുദ്ധിമുട്ടുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളിലോട്ടൊക്കെ പോയി ചെന്നുപെടും. അതുകൊണ്ട് അതുമാണ് ബാധകാധിപതിയെ കൊണ്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്. അതൊരു പ്രേതബാധയായിട്ടോ അല്ലെങ്കിൽ ഒരു പിശാചായിട്ടോ അങ്ങനെയൊന്നുമല്ല. ഈ ജാതകത്തിൽ പിന്നെ എന്താ പറയുക, പ്രേതബാധയായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ആരെങ്കിലും അടക്കുന്ന
ശവമടക്കൊക്കെ നടത്തിയിട്ടുള്ള ആ ഭൂമിയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് കാണിക്കുന്നതിനൊക്കെ നമുക്ക് വേറെ ഗ്രഹങ്ങളുണ്ട്. പിന്നെ മാന്തിയുണ്ട്, രാഹുവുണ്ട്, ശനിയുണ്ട്, ഒക്കെ മറവ് കാണിക്കുന്ന ഗ്രഹങ്ങൾ വേറെയുണ്ട്. രാഹുവൊക്കെ മറവാണ്, മറഞ്ഞു കിടക്കുന്ന സാധനങ്ങളാണ്, പിന്നെ കാണാതെ പോകുന്ന സാധനങ്ങളാണ്. ശനി അതുപോലെ ഭൂമിക്കടിയിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മാന്തിയൊക്കെ 4-ാം ഭാവത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം പണ്ട് അവിടെ ആരെങ്കിലും അടക്കം ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതറിയാം. അത് ഏത് ഗ്രഹത്തിനോട് നിൽക്കുന്നതനുസരിച്ച് ആ അധിപതിയെ നോക്കിയിട്ട് ആരാണെന്നും പറയാൻ പറ്റും. അപ്പം അതൊക്കെ നമുക്ക് പ്രശ്നത്തിലൂടെ വേണമെന്നല്ല. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് പ്രശ്നം ജാതകം പോലെ തന്നെയാണ് പ്രശ്നവും ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അതൊരു പ്രത്യേക തരമായിട്ടുള്ള ഇതാണെന്ന് എനിക്കറിയില്ല. അത് ബാധ എന്നുള്ളത് വേറെയാണ്, എനിക്കറിയില്ല ബാധ എന്നുള്ളത്. ഞങ്ങളിവിടെ ബാധകാധിപതിയും അഷ്ടമാധിപതിയും ഒക്കെ ജാതകത്തിൽ നോക്കുന്നുണ്ട്. കാരണം ഒരു ജാതകത്തിലെ ഒരു ഭാവമോ അല്ലെങ്കിൽ ഒരു നക്ഷത്രങ്ങൾ, ഇപ്പോൾ ഞാൻ പറയാം 12 ഭാവങ്ങളുണ്ട്. അതേസമയം നക്ഷത്രങ്ങൾ സൂര്യനും ചന്ദ്രനും അതും ആരും എഴുതിയിട്ടുണ്ടായിരുന്നു. നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന കാലം മറന്നു. ഇപ്പോൾ ആരും സൂര്യനും ചന്ദ്രനും നക്ഷത്രം എന്ന് പറയാറില്ല. പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരും ഇത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളാണ്, രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞു തരും. പക്ഷേ പഠിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവരെല്ലാം നമ്മൾ ഗ്രഹങ്ങളായിട്ടാണ് പറയുന്നത്. സൂര്യചന്ദ്രന്മാരാവട്ടെ, രാഹു കേതുക്കളാകട്ടെ, മറ്റ് 5 ഗ്രഹങ്ങളാവട്ടെ, എല്ലാവരെയും ചേർത്ത് 9 ഗ്രഹങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത്. എന്തിന്? മാന്തി അടക്കം ഗ്രഹമായിട്ട് തന്നെ പറയുന്നു. മാന്തിക്ക് ഒരു ബിന്ദുവാണ്, ജസ്റ്റ് ഇങ്ങനെ രാത്രിയും പകലും ജസ്റ്റ് വന്നു പോകുന്ന ഒരു ബിന്ദുവായിട്ടാണ് പറയുന്നുവെങ്കിലും അതും ചില സമയങ്ങളിൽ നമ്മൾ ഗ്രഹമായിട്ട് തന്നെ പറയാറുണ്ട്. അത് ഉപഗ്രഹമാണോ ഗ്രഹമാണോ എന്താണോന്ന് അറിയില്ല. അതിനെ ഗ്രഹമായിട്ട് കണക്കാക്കിയ മാന്തിയെയും സ്പെഷ്യലായിട്ട് അതിനെയും കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ജാതകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ 12 രാശികളും അല്ലെങ്കിൽ 12 ഭാവങ്ങളും ഈ മറ്റുള്ള ഗ്രഹങ്ങളും മാന്തി അടക്കമുള്ളത് ലഗ്നബിന്ദു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രൻ്റെ നമുക്ക് ഒരു നക്ഷത്രം നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ജനന ദിവസം അല്ലെ, അന്നാണ് ആ ജന്മനക്ഷത്രം. അതാണ് നമുക്ക് ചന്ദ്രനെ കൊണ്ട് ആ നക്ഷത്രം തരുന്നത്. ആ ഒരു നക്ഷത്രം തന്നെ നമ്മളെ നല്ല സ്വാധീനിക്കുന്നുണ്ട്. അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഈ രേവതി നക്ഷത്രം നിങ്ങൾ എത്ര പേരാ ശരി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നക്ഷത്രത്തിന് വാല്യൂ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതുപോലെ മഹം നക്ഷത്രത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, ശരിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ഗ്രഹങ്ങളും ഭാവങ്ങളും അതേസമയം പഞ്ചാംഗത്തിൽ 5 കാര്യങ്ങൾ, തിഥി, കർണം, നിത്യയോഗം, നക്ഷത്രം, ഇങ്ങനെ ആഴ്ച എല്ലാം അതും നമ്മൾ ചേർക്കണം, ഇതിനുള്ളിൽ ചേർക്കണം. അത് കഴിഞ്ഞിട്ട് രാശിയുടെ തത്വം, അതിന് പലതും പറയുന്നുണ്ട്. അപ്പം അതെല്ലാം ചേർത്ത് നമ്മൾ കൊണ്ട് നോക്കിയാൽ മാത്രമാണ് നക്ഷത്രങ്ങളുടെ കാരകത്വം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അതിൽ കൂടെയാണ് നമുക്ക് ഫലം വെളിയിൽ വരുന്നത്. വെറും ഗ്രഹങ്ങളോ ഭാവങ്ങളോ കൊണ്ടോ ഫലങ്ങൾ വരില്ല. അത് വെറുതെയാണ്. നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചത് പോരാ എന്നുള്ളത് മനസ്സിലാവും. കാരണം എടുക്കാൻ പറ്റില്ല. അത് നക്ഷത്രങ്ങളുടെ കാരകത്വങ്ങൾ വേറെയാണ്, ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ വേറെയാണ്. അപ്പം അതിനെ ഓരോന്ന് നമ്മൾ കണക്കാക്കി എടുക്കുമ്പോൾ മാത്രമാണ് ശരിക്കും പരിപൂർണ ഫലം എന്ന് പറയുന്നത്. ഈ നക്ഷത്രങ്ങളുടെ കാരകത്വങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം എന്നുള്ള രീതിയിൽ പോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പരിഹാരം എന്തെടുക്കും? ആ ഭാവത്തിൻ്റെയും ആ ഗ്രഹത്തിൻ്റെയും ഗ്രഹം നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെയും കൂടെ ചേർത്ത് വേണം നമ്മൾ പരിഹാരം എടുക്കാം. 7-ാം ഭാവം നിവർത്തി സ്ഥാനം. ആ നിവർത്തി സ്ഥാനത്തിന് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഗ്രഹം, നിൽക്കുന്ന ഗ്രഹം എല്ലാം ചേർത്ത് വേണം നമുക്ക് പരിഹാരം എടുക്കാൻ. അതിന് പരിഹാരമുണ്ടോ, ആ ജാതകത്തിനെ നമ്മൾ നോക്കുമ്പോൾ പരിഹാരമുണ്ടോ എന്ന് പറഞ്ഞ് ശരിക്കും നോക്കിയാൽ മാത്രമേ പരിഹാരം ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂ. കാരണം എല്ലാ ആളുകൾക്കും അങ്ങനെ വന്ന ഉടനെ പരിഹാരം പറയാൻ പറ്റില്ല. അത് ഒരു പ്രത്യേകതയാണ്. എല്ലാവർക്കും പരിഹാരം കാണില്ല. ചില ഗ്രഹങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ, നിവർത്തി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ ബാധകാധിപതിയൊക്കെ പോലെ നിന്ന് കഴിഞ്ഞാൽ ഇവർ പോയി ചെയ്യില്ല. പരിഹാരം ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ ഇവർ പോയി ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബാധകാധിപതിയുടെ ഉപദ്രവമൊക്കെ തരുന്നത്. അപ്പോൾ പ്രശ്നവും വേറെയാണ്, ജാതകവും വേറെയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പറയാൻ.
പക്ഷേ ഞങ്ങൾ ജാതകം പോലെ തന്നെയാണ് പ്രശ്നം നോക്കുന്നത് കൊണ്ട് ഈ ബാധകാധിപതി തന്നെയാണ് പ്രശ്നത്തിലും ബാധകാധിപതിയായിട്ട് തന്നെ എടുക്കുന്നു. അതിന് ബാധയായിട്ടോ പ്രേതമായിട്ടോ എടുക്കാറില്ല. അങ്ങനെ ഒരു ഇതേ ഇല്ല. അതിന് നമ്മൾ വേറെ ഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ്, അവിടെ നിന്ന് കഴിഞ്ഞാൽ ദോഷമാണോ എന്നുള്ളതിന് വേറെ ഗ്രഹങ്ങൾ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അതും ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മകം നക്ഷത്രത്തിനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ മകം നക്ഷത്രത്തിൽ ആരോ കള്ളമാണ്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 1-2 കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. മകം നക്ഷത്രത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ, മകം എന്ന് പറയുന്നത് ചിങ്ങരാശിയിൽ ഈ ഖണ്ഡാന്ത നക്ഷത്രമാണ്. അപ്പം നമുക്ക് അറിയില്ല ഏത് ഡിഗ്രിയാണ്, ആ ഡിഗ്രിയിലാണ് 3.0 പിന്നെ ആ ഒരു പാദം വരുന്നുണ്ടല്ലോ. അതിൽ 2 ഡിഗ്രിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ, പക്ഷെ ചില സമയത്ത് 1 ഡിഗ്രിയൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അത് ഖണ്ഡാന്ത ഡിഗ്രിയാണ്. ആ ഡിഗ്രിയും ഖണ്ഡാന്ത നക്ഷത്രത്തിലും ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആ ഖണ്ഡാന്ത ഡിഗ്രി പറ്റിയും നക്ഷത്രത്തെ പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതിനെ വിവരിക്കുന്നില്ല. ഇത് വന്നിട്ട് ദോഷമാണ് തരുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ ശനി, മരണകാരകനായ ശനി, ആയുസ്കാരകനാണെന്ന് പറയുന്നുവെങ്കിലും ശരിക്കും അതിൻ്റേതായ നമുക്ക് ജാതകത്തിൽ ശനി ശരിയില്ല എന്നൊരു പക്ഷത്തിൽ അത് ശരിക്കും ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊന്ന് പറയാം, കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി, 7.5 ശനി ഒന്നുമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പലരും ജ്യോതിഷത്തിൽ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വന്നു പോകുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നുവെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആരായിരുന്നാലും ഈ ദശകളൊക്കെ നടക്കുമ്പോൾ നിങ്ങളൊരു ഇൻഷുറൻസ്, LIC പോലുള്ള ഇൻഷുറൻസോ അല്ലെങ്കിൽ മെഡിക്ലെയിമോ തീർച്ചയായിട്ടും എടുക്കണം. മോസ്റ്റ്ലി അത് എടുത്തിരിക്കും, ആ സമയത്ത് എടുക്കേണ്ടി വരും, എടുക്കുമെന്നുള്ളതാണ് തീർച്ച. പക്ഷേ അങ്ങനെ എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അതൊന്ന് എടുത്തു വെക്കണം. കാരണം അത് ഈ ശനിയെ കടക്കുന്നതിലേക്കും ആ ഒരു ഇൻഷുറൻസ് നമുക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിലും ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. കാരണം ഏജ് പോകും തോറും പ്രീമിയം കൂടുതലെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് എല്ലാവർക്കും. പക്ഷെ അതൊന്നും നോക്കണ്ട. അതിനേക്കാളും വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടി എന്തായാലും ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഇൻഷുറൻസോ എന്തെങ്കിലും ആ പീരീഡിൽ നിങ്ങൾ എടുത്തു വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ഒരു പ്രയോജനമില്ല, അത് വെറുതെ വന്നിട്ട് പോണ ശനിയാണെന്നൊക്കെ കരുതണ്ട. ഇതൊന്നും നിങ്ങൾ പ്രിക്കോഷണറി ആയിട്ട് ഒന്ന് എടുത്തു വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അടുത്തത് മഹത്തിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പം ഈ ഖണ്ഡാന്ത ഡിഗ്രിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് എന്ത് വന്നാലും നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. നിങ്ങളൊന്ന് അല്ലെങ്കിൽ ജാതകത്തിൽ ചെക്ക് ചെയ്തിട്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു ആക്സിഡൻറ്റ് പോലെയോ അസുഖം പോലെയോ എന്തെങ്കിലുമൊക്കെ വന്ന് മരണത്തിന് മുഖാമുഖം കണ്ടിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കും. കാരണം ഈ പറയുന്നില്ലേ, ചിലർക്കത് നക്ഷത്രത്തിൻ്റെ വാല്യൂ അറിയില്ല. വാല്യൂ അറിയാതെയാണ് നക്ഷത്രം ഒന്നുമേ അല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ ഒരു മഹത്തിൽ പിന്നെ ശനി നിൽക്കുന്നവർ അവർ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരണം. കാരണം പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഉണ്ടാകുമെന്ന് പറയില്ല, എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അതിനൊരു ദശ വരണോ പിന്നെ ഭുക്തി വരണമെന്നൊന്നുള്ളതല്ല. ഭുക്തി എന്ന് പറഞ്ഞാൽ അപഹാരം വരണമെന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഖണ്ഡാന്ത ഡിഗ്രിയിൽ ക്ലോസ് ആയിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഏത് സമയത്തും പ്രശ്നങ്ങൾ വരാമെന്നുള്ളതാണ്. ചികിത്സാ പിഴവ് പോലെ വരാം, നിൽക്കുന്ന അധിപതിക്ക് അനുസരിച്ച് അസുഖങ്ങൾ വരാം. 7ാം അധിപതിയാണെങ്കിൽ വൈഫിനെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. 9 സൂര്യനെ ആണെങ്കിൽ അച്ഛനെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോ അധിപതിയെ നമ്മൾ ഏത് അധിപതിയാണ് അവിടെ നിൽക്കുന്നതെന്നുള്ള അനുസരിച്ച് നിങ്ങളൊന്ന്, അല്ലെങ്കിൽ ലഗ്നാധിപതിയുമായിട്ടുള്ള കണക്ഷൻ വരുന്നുവെങ്കിൽ അവരവർക്ക് തന്നെ ആ ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇത് എന്ത് പറയുന്നത് സൂക്ഷിക്കണമെന്നാണ്. അത് പിതൃദോഷം തരുന്ന ഒരു ഇതാണ്. അപ്പം അതിന് വഴിപാടെന്ന വണ്ണം പിതൃബലി തന്നെയാണ് ചെയ്യണത്. ഇപ്പം തർപ്പണം എന്ന് പറഞ്ഞാൽ തമിഴ് പറഞ്ഞൊന്നും അറിയില്ല, അത് ആർക്കും മനസ്സിലായിട്ടില്ല തോന്നുന്നു. അത് ബലി ചെയ്യുന്നതാണ്. നമ്മൾ മുടങ്ങാതെ നമ്മളങ്ങ് പിതൃബലി ചെയ്തു പോയാൽ നല്ലതാണ്. മനസ്സിലായില്ല? അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് നമുക്ക് ദശ വരുമ്പോഴാണ് ദശ കടന്നുപോയി ഇനിയൊന്നും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഇത് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും നടക്കുന്ന ഒരു സംഭവമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. കാരണം അതൊക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് തരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഒരു കമൻ്റ് എഴുതിയിരുന്നു, അതായത് അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി, അച്ഛൻ സൂയിസൈഡ് ചെയ്തതാണ്,
കുട്ടികളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും അവരെ പറ്റി വിചാരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിതൃക്കൾക്ക് ബലി ചെയ്യാറില്ല എന്ന് എഴുതിയിരുന്നു. പക്ഷെ അതങ്ങനെയല്ല. അവരുടെ സമയം, അവരുടെ ജാതകത്തിൻ്റെ പിന്നെ എന്താ പറയുക, പോയ ജന്മകർമ്മ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, ആ സമയത്തിന് അദ്ദേഹത്തിന് എന്ത് തോന്നിയത് കൊണ്ട് അത് ചെയ്തു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തു പോയത് കൊണ്ട് പിതൃബലി ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? പിൽക്കാലത്ത് വംശത്തിനാണ് ദോഷം വരുന്നു എന്ന് പറയുന്നത്. അച്ഛന് ദേഷ്യമുള്ളത് കൊണ്ട് അച്ഛന് ബലി ചെയ്യില്ല എന്നുള്ളതല്ല, പിന്നീട് വരുന്ന സന്താനങ്ങൾ വംശത്തിന് ദോഷം വരാതിരിക്കാനാണ് ഈ പിതൃബലി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും മുടക്കം ചെയ്യേണ്ട. കാരണം ചെറുപ്പത്തിലെ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാത്ത അച്ഛന്മാരൊക്കെ മരിച്ചു പോകുന്നില്ലേ? 8 വയസ്സിലും 6 വയസ്സിലും 7 വയസ്സിലും ഒക്കെ മരിച്ചു പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അമ്മ വളർത്തുന്നുണ്ട്. അതൊക്കെ നടക്കുന്നില്ല. അപ്പോൾ അത് ദേഷ്യം വരേണ്ട ആവശ്യമില്ല. നമ്മുടെയും കൂടെ കർമ്മഫലമാണെന്ന് കരുതണം. അച്ഛനില്ലാതെ വളരാനുള്ള യോഗമാണ് നമുക്ക് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ആ ഒരു ഇതിന് പകരം ഞാൻ ഇടാറില്ല എന്നുള്ളത് വേണ്ട. മനസ്സ് മാറ്റി വേണമെങ്കിൽ ചെയ്ത് നോക്കൂ. നമ്മുടെ വംശത്തിന്, നമ്മുടെ കുട്ടികൾക്ക് നല്ലതിന് വേണ്ടി ചെയ്യുന്നതല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ ജാതകത്തിൽ കാണിച്ചു തരും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നമ്മുടെ ജാതകം കൊണ്ട് നമ്മളത് മാത്രമല്ല, നമ്മുടെ നമ്മളെ മുത്തശ്ശന്മാർ മുതൽ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ വരയ്ക്കും നമ്മുടെ ഒറ്റ ജാതകത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് ബലിയിടുന്നതായിരുന്നാലും ശരി, എല്ലാ കാര്യങ്ങളും ശരി, നമുക്ക് പണ്ടേ മുതിർന്നവർ ചെയ്തു പോകുന്നതാണല്ലേ. അപ്പം അതൊക്കെ ജാതകത്തിൽ കാണിക്കും. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഓരോ ദോഷങ്ങൾ കാണിക്കും. ഇന്നും ആൾക്കാർ അങ്ങനെയല്ലേ ചെയ്യുന്ന. എന്തെല്ലാം ഉപദ്രവങ്ങളാണ് അല്ലേ? പ്രഗ്നൻറ്റ് ലേഡീസിനെ ഉപദ്രവിക്കുന്നില്ലേ? വിഡോസിനെ ഉപദ്രവിക്കുന്നില്ലേ? ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നില്ലേ? വയസ്സായ ആൾക്കാരെ ഉപദ്രവിക്കുന്നില്ല. എല്ലാം ഇതൊക്കെ നടക്കുന്നതെന്നല്ലോ. ഇത് അടുത്ത ജന്മത്തേക്ക് ഒരു ഭാരമായിട്ട് കൊണ്ടുപോകും. ഇതത്രയും ചെയ്ത പാവമായിട്ട് ഒരു ബാണ്ടക്കെട്ടായിട്ട് അടുത്ത ജന്മത്തേക്ക് പോകും. അപ്പം വീണ്ടും നമ്മൾ ഈ ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മൾ അവിടെ അനുഭവിക്കുന്നുള്ളത് തന്നെയാണ്. നമ്മളെ കൺമുന്നിലൊക്കെ എത്രയും നമ്മൾ ഓരോന്നും മനസ്സിലാക്കുന്നില്ലേ, കാണുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത് ഓരോ ശല്യങ്ങളൊക്കെ, ഇതൊക്കെ തന്നെ അത് പാവമായിട്ട് വരുന്നത്. അപ്പം ഇത് തന്നെ പോയ ജന്മത്തിലൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജന്മം നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജന്മം ചെയ്യുന്ന കാര്യങ്ങളെങ്കിലും അടുത്ത ജന്മത്തേക്ക് കൊണ്ടുപോകണ്ട എന്നുള്ളത്. കാരണം നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് പുനർജന്മം ഉണ്ടെന്നാണ്. ചില ജാതകത്തിൽ പുനർജന്മമില്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു അടിസ്ഥാനം എങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് എന്നാലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇതാരും വന്നു പോയി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നുമല്ല. എന്നാലും അത് ചിലതൊക്കെ നമുക്കതിൽ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് ഞാൻ. താങ്ക് യു.